ഇന്ന് നല്ല ടേസ്റ്റിയായ എഗ്ഗ് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം 3 തക്കാളി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എന്നിവ അരച്ച് മാറ്റിവെക്കാം. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഒരു സവാള വലിയ പീസുകളായി കട്ട് ചെയ്ത്, കുറച്ച് ക്യാപ്സിക്കം വലിയ പീസുകളായി കട്ട് ചെയ്തതും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി കോരി മാറ്റാം. ഇനി ഈ പാനിലേക്ക് 4 മുട്ട പുഴുങ്ങിയതിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കാം. ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ചെറിയ ജീരകം സവാള ഇടുന്നതിന് മുന്നേ ചേർക്കേണ്ടതാണ്, ഞാനപ്പോൾ അത് മറന്നുപോയി. ഇനി സവാള നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് കൂടി നന്നായി വഴറ്റി 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റി അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി, പുതിന, മല്ലിയില പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിനി അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി ഇത് തുറന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇത് തുറന്നിളക്കി മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. ഇത് ഞാൻ മാങ്ങ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുകൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയായ എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.